ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2013 ഒരു ഹൊറർ സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഓപ്പൺ ഗ്രേവ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികമായിട്ടും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ഒരു മൂവി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്, അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു കഥയുടെ തുടക്കത്തിലെ ഇരുട്ട് നിറഞ്ഞ ഒരു കുഴി, അതിൽ നിന്നും ഒരാളിങ്ങനെ കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ എവിടെയാണെന്ന് അറിയത്തില്ല, ശരീരം മുഴുവൻ നല്ല വേദനയുണ്ട്. അതേപോലെ തന്നെ അവന്റെ പാന്റിന്റെ പോക്കറ്റ് തൊട്ട് നോക്കുമ്പോൾ അതിൽ നിന്നും ഒരു ലൈറ്ററും ഒരു കൂട്ടം താക്കോലും കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ലൈറ്റർ എടുത്തിട്ട് അവൻ കത്തിച്ചു നോക്കുമ്പോൾ ചുറ്റിനും നല്ല സ്മെല്ലുണ്ട്. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു കൂട്ടം ശവങ്ങൾക്കിടയിലായിട്ടാണ് അവൻ ഇത്രയും നേരം കിടന്നിരുന്നത്. അങ്ങനെ പേടിച്ച് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്നു. ഇവനെ കാണുന്നതും ആ ഒരു പെണ്ണ് പുറകിലേക്ക് പോകുമ്പോൾ ഇവനാണെങ്കിൽ താഴെ നിന്ന് ഒരു തോക്കും കൂടി കിട്ടുന്നുണ്ട്. അതെടുത്ത് കയ്യിലേക്ക് വെക്കുമ്പോഴത്തേക്കാണ് മുകളിൽ നിന്നും ആ ഒരു പെണ്ണ് ഒരു കയറെടുത്ത് താഴെ കിടുന്നതും ആ ഒരു കയറിൽ പിടിച്ച് അവനായാലും പതിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ മുകളിലേക്ക് കയറുന്നതും നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ് ഓപ്പൺ ഗ്രേവ്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവനാണെങ്കിലോ കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കും വെളിച്ചോക്കെയുള്ള ഒരു വീട് കാണുന്നു. അപ്പൊ എന്തായാലും അവിടെ ആൾതാമസമുണ്ട്. അങ്ങനെ പതിയെ ആ ഒരു വീടിനകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീടിനുള്ളിലെ മറ്റൊരുപാട് പേരുണ്ട്. അപ്പൊ ഇവനായാലും അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് അവരുടെ നേർക്കിങ്ങനെ ചൂണ്ടിയിട്ട് ആ ഒരു തോക്ക് താഴെ ഇടുന്നതായിരിക്കും നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ എതിർവശത്ത് വരത്ത് നിൽപ്പുണ്ട്. അവന്റെ കയ്യിലും തോക്കുണ്ട്, പക്ഷെ അവനാണെങ്കിലോ ഒരു വിധത്തിൽ തോക്ക് താഴെ ഇടാൻ തയ്യാറല്ല. അപ്പോഴേക്കാണ് അടുത്ത് നിൽക്കുന്ന ആ ഒരു പെണ്ണ് പറയുന്നത്, ലൂക്കസ് ആ ഒരു തോക്ക് താഴെ വെക്കാൻ പറയുന്നതും. അപ്പോഴേക്കാണ് ഈ ഒരു തോക്ക് പിടിച്ചിട്ട് നിൽക്കുന്ന അവനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. ഇപ്പോൾ ഹീറോ ആയാലും അവനോട് ചോദിക്കും, നീ ആരാ, നീയാണ് ആളുകളെല്ലാം കൊന്നിട്ട് ആ ഒരു കുഴിയിൽ കൊണ്ടിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലൂക്കസ് പറയും, ഓ എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നു, നീ ആരാണെന്ന് തിരിച്ച് ഹീറോയോട് ചോദിക്കുമ്പോൾ അപ്പോൾ ഹീറോ പറയും, എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ല, ദേ ആ ഒരു പെണ്ണാണ് എന്നെ കുഴിയിൽ നിന്ന് പുറത്തേക്കാക്കിയത്, നീ ആരാന്നെല്ലാം ആ ഒരു പെണ്ണിനോട് എന്നെ ചോദിക്കാണ്. ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഈ ഒരു റൂമിനകത്ത് കിടക്കുന്ന ഒരുത്തൻ അലറി വിളിച്ചതിന് എഴുന്നേൽക്കുന്നത്. കാരണം അവന് ശരീരം നല്ല വേദനയുണ്ട്. നമ്മുടെ ഹീറോ എഴുന്നേറ്റതുപോലെ തന്നെയാണ് അവനും എഴുന്നേൽക്കുന്നത്. അപ്പൊ അവിടെയുള്ള ആ ഒരു പെണ്ണായാലും അവന് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ആ എഴുന്നേറ്റല്ലോ അവനോട് ഹീറോ ചോദിക്കും, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ആരാണെന്നുള്ള കാര്യം ഓർമ്മയില്ല. ഈ ഒരു റൂമിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും അവരാരാണെന്നുള്ള കാര്യം പരസ്പരം അങ്ങനെ അറിയത്തില്ല. അപ്പോഴേക്കാണ് ഇതിലൊരുത്തൻ കുറച്ച് ID കാർഡുകൾ എടുത്ത് ഇങ്ങനെ വെക്കുന്നു. അപ്പൊ ഇതിൽ നോക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നവർ ആരാണെന്നുള്ള കാര്യം, അവരുടെ പേരെന്താണെന്നല്ല ഇവർ സ്വയം മനസ്സിലാക്കുന്നത്. ഈ വലത് സൈഡിലിരിക്കുന്ന ആ ഒരു പെണ്ണിന്റെ പേര് ഷാരോൺ, പിന്നെ ആ ഒരു കോട്ടിട്ട് ഒരുത്തൻ അവന്റെ പേര് മൈക്കിൾ, പിന്നെ ലൂക്കസ് എന്ന് പറഞ്ഞ ഒരുത്തൻ അവനെ നമ്മൾ നേരത്തെ തന്നെ കണ്ടു. ഇപ്പൊ എഴുന്നേറ്റ അവന്റെ പേര് നെയ്തൻ എന്നായിരിക്കണം, ഇവർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പോഴേക്കും ഹീറോ പറയും, എന്റെ പേര് എനിക്ക് അറിയത്തില്ല, കാരണം എന്റെ കയ്യിൽ ഐഡിയോ കാര്യങ്ങളൊന്നുമില്ല, കയ്യിലുള്ളത് ദേ ഈ ഒരു തോക്ക് മാത്രമാണ്. അപ്പോൾ ഷാരോൺ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ, അവള് പറയും, എന്റെ കയ്യിൽ ഒരു വണ്ടിയുടെ കീ ഉണ്ട്. അപ്പൊ എന്തായാലും ഇവരുടെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്. അതേസമയം അവിടെ ഇരിക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ ചൈനക്കാരി, നമ്മുടെ ഹീറോയിനെ രക്ഷിച്ച അവൾക്ക് മാത്രം ഇവർ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല. നീ അവരാരെ നോക്കണ്ട, കാര്യം എന്നോട് പറയുമ്പോഴത്തേക്കും മൈക്കിൾ ആയാലും പെട്ടെന്ന് വന്ന് അവനെ തടയാണ്. അതുമല്ല നമ്മുടെ ഹീറോയിൻ ആയാലും പറയുന്നുണ്ട്, നീ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും അരമണിക്കൂറിനുള്ളിലാണ് ഈ ഒരു വീടിനകത്ത് കണ്ണു തുറന്നത്, അതുകൊണ്ട് നമുക്ക് ആർക്കും ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതുമല്ല നമ്മുടെ ചൈനക്കാരിക്കാണെങ്കിൽ ചെവി കേൾക്കാം, പക്ഷേ സംസാരിക്കാൻ കഴിയത്തില്ല. അതുമല്ല അവൾക്കാണെങ്കിലോ ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പോൾ ലൂക്കസ് ആയാലും ഹീറോയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഈ ഒരു വീടിനകത്താണ് ഉണർന്നത്, പക്ഷെ നീയാണെങ്കിലോ വെളിയിൽ നിന്ന് വന്ന ഒരുത്തൻ, അതുകൊണ്ട് ഞങ്ങളുമായിട്ട് നിനക്കൊരു ബന്ധമില്ലെന്നാണ് തോന്നുന്നത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഷാരോൺ ഹീറോയിൻ അവനെ തടഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വീടിനകത്ത് എന്തെങ്കിലും കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു വീട് മുഴുവനായിട്ട് ചുറ്റി ഇങ്ങനെ നടക്കാണ്. അങ്ങനെ ഹീറോയിൻ ഒരു മുറിക്കടുത്തേക്ക് ചെന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിന്റെ കീ അവളുടെ കയ്യിലില്ല. അപ്പോൾ ലൂക്കസ് ആണെങ്കിലോ അടുത്തൊരു മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ കുറെ ഡ്രസ്സ് വെച്ചേക്കുന്നു. അപ്പോഴേക്കാണ് ആ ഒരു ചൈനക്കാരി അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈ പിടിച്ച് കാണിച്ചിട്ട് അവന്റെ കയ്യിലാണെങ്കിൽ എന്തോ ഒരു പാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചൈനക്കാരുടെ കയ്യിലും അതേ പാടുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയും പിന്നെ പേരറിയാത്ത എയ്തൻ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് ഒരുത്തനുണ്ടല്ലോ, അവര് രണ്ടുപേരും കൂടി ഒരു റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കഴിക്കാനായിട്ട് ഒരുപാട് ആഹാരങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ചൈനക്കാരി അവിടേക്ക് വന്നിട്ട് അവിടെ ആ ഒരു ഫ്രിഡ്ജിൽ എന്തോ ഒരു ഡേറ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അതിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവർ ചോദിക്കാതെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും കഴിയത്തില്ല. ഇവർ ചോദിക്കുന്ന ഭാഷയാണെങ്കിൽ അവൾക്ക് മനസ്സിലാവുന്നതുമില്ല. അങ്ങനെ അവരത് കാര്യമൊക്കെ അവിടെ നിന്ന് പോകുന്നതും ആ ഒരു കലണ്ടറിൽ 18-ാം തീയതി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പൊ ഇന്ന് 16, നാളെ 17, മറ്റന്നാൾ 18. 18-ാം തീയതി എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ലൂക്കസ് ആണെങ്കിൽ ഒരു മുറിയുടെ അടുത്തേക്ക് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടുത്തെ കബോർഡ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് തോക്കുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതിൽ മൈക്കിൾ എന്ന് പറഞ്ഞവനാണെങ്കിൽ പെട്ടെന്നൊരു തോക്കെടുത്ത് ഇങ്ങനെ ലോഡ് ചെയ്യുന്നു. അപ്പോഴേക്കാണ് അവൻ പറയുന്നത്, ഒരുപക്ഷെ ഞാനൊരു പോലീസുകാരനാണെങ്കിലോ, എനിക്കറിയത്തില്ല എന്ന് പറയുന്നതും നമ്മുടെ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു തോക്കെല്ലാം എടുത്ത് ഇപ്പൊ തന്നെ വെളിയിലേക്ക് പോവാം. അപ്പോൾ ലൂക്കസ് പറയും, ഇല്ല ഇപ്പൊ വേണ്ട, നമുക്ക് എന്തായാലും നാളെ പോവാന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഇപ്പോൾ കുളിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അവനായാലും കുളിക്കുന്ന സമയത്ത് അവന്റെ കയ്യിലെ മുറിവും ഇതെല്ലാം കാണുമ്പോഴത്തേക്കും പഴയ എന്തോ ഒരു കാര്യം അവന് ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ചൈനക്കാരി ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം. അപ്പൊ ഇവരെല്ലാവരും കൂടി ആ ഒരു ചൈനക്കാരിയെ കാണാൻ വേണ്ടി അവളുടെ പുറകെ തന്നെ ടോർച്ച് എടുത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ലൂക്കസ്, ഹീറോ,
അതേപോലെ തന്നെ ഹീറോയിൻ ഇവർ മൂന്നുപേരാണ് അവളെ അന്വേഷിച്ച് വെളിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഷാരോൺ ഒറ്റയ്ക്ക് കുറച്ച് മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സംശയം, പരസ്പരം ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഒരാൾ മുന്നിൽ പോ, ഇല്ല നീ മുന്നിൽ പോകുന്നല്ല ഇങ്ങനെ പറയാണ്. അതുമല്ല അപ്പോഴായാലും നമ്മുടെ ഹീറോയ്ക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ആരോ ഒരാൾ ഏതോ ഒരു ലേഡിയെ വലിച്ചെടുത്തോണ്ട് പോകുന്നത് പോലെ, തോളിൽ പച്ച കുത്തിയ ഒരാള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കുറച്ച് മുന്നിലേക്ക് നടന്നു വന്ന് ഇപ്പൊ മുന്നിലുള്ള ഒരു മരത്തില് ആരെയും ഒരാളെ കെട്ടിയിട്ടേക്കുന്നു. അയാൾ എന്തായാലും മരിച്ചുപോയി. അതും കമ്പിയെല്ലാം വെച്ച് നല്ലതുപോലെ ചുറ്റിയാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ടോർച്ച് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അടുത്തൊരു മരത്തിലും ഇതുപോലെ വേറൊരാളെ കെട്ടിയിട്ടേക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവിടെ ആ ഒരു വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും മൈക്കിളുണ്ടല്ലോ, അവൻ ഈ ഒരു തോക്കെല്ലാം നല്ലതുപോലെ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവന്റെ മെമ്മറി മാത്രമാണ് അവന് കിട്ടാത്തത്. അങ്ങനെയാണെങ്കിൽ അവനൊരു പോലീസുകാരനാണ് എന്നുള്ള രീതിയിലാണ് അവൻ വിചാരിക്കുന്നത്. നെയ്തൻ എന്ന് പറഞ്ഞ അവനാണെങ്കിലോ പല ഭാഷകളിലുള്ള ബുക്കുകളും വായിക്കുന്നു. പക്ഷെ ഇവരാരാണെന്ന് അവർക്കറിയത്തില്ല. അങ്ങനെ ഇവര് മൂന്നുപേരും കുറച്ച് ദൂരേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് കാടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ കരയുന്ന ശബ്ദം കേൾക്കുന്നു. മൂന്നുപേരും അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതൊരു ഷെഡാണ്. അങ്ങനെ ഇവരായാലും പതിയെ ആ ഒരു ഷെഡ് തുറന്ന് ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയാണ് ആ ഒരു ചൈനക്കാരി ഉള്ളത്. ആ ഒരു ചൈനക്കാരി ഈ സ്ത്രീക്ക് ആഹാരം കൊടുക്കുകയാണ്. അതല്ല ഈ ഒരു സ്ത്രീയെ അവിടെ കെട്ടിയിട്ടേക്കുന്നവർക്ക് ഭ്രാന്താണോ ഇനി സോംബിയാണോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ ഇവരായാലും പെട്ടെന്ന് നമ്മുടെ ഹീറോയെ കാണുന്നതും അലറി വിളിച്ചിട്ട് നീ എന്നെ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലൂക്കസ് പറയും, അപ്പോൾ എന്തായാലും അവർക്ക് നിന്നെ അറിയാം, അതുകൊണ്ട് എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. ആരാണെന്ന് നീ ചോദിക്കുമ്പോൾ ഹീറോ അപ്പോഴും പറയുന്നത് എനിക്ക് അറിയത്തില്ലാന്ന്. അങ്ങനെ ഇവരെല്ലാവരും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ ഈ ഒരു ചൈനക്കാരി എന്തിനാണ് ഈ ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഹീറോ ഷാരോണിനോട് പറയും, ആ ഒരു ഷെഡിനകത്തൊരു ക്യാമറയുണ്ട്, അതിന്റെ കണക്ഷൻ കൊടുത്തേക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാലേ ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ലൂക്കസ് പറയും, പക്ഷെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ആകെയുള്ള ആ ഒരു വീട് മാത്രമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് വന്ന് ഇപ്പൊ നമ്മുടെ ഹീറോ അവന്റെ കയ്യിൽ ഒരുപാട് കീ ഉണ്ടല്ലോ, അതിലൊന്നും എടുത്തിട്ട് ഈ ഒരു റൂമുണ്ട് ഹീറോയിൻ തുറക്കാൻ ശ്രമിച്ച ആ ഒരു റൂം തുറക്കാനായിട്ട് വരുന്നതും നെയ്തൻ എന്ന് പറഞ്ഞ അവൻ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ഹീറോയോട് ഇറ്റാലിയൻ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കും. ഹീറോയ്ക്കാണെങ്കിലും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നെയ്തൻ പറയുന്നത്, ഓക്കെ ശരി, നീ ഇപ്പൊ എന്തായാലും അത് ചെയ്യേണ്ട ആവശ്യമില്ല, നാളെ രാവിലെ ആയിട്ട് എല്ലാവരും വന്നതിന് ശേഷം നമുക്കത് ചെയ്യാമെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്നും പറഞ്ഞു വിടും. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഇവർക്ക് എല്ലാവർക്കും വെളിയിലേക്ക് പോകണം. വെളിയിലേക്ക് പോയി എന്തെങ്കിലും കണ്ടുപിടിക്കണമല്ലോ, അതുകൊണ്ട് 3 പേര് വെളിയിലേക്ക് പോവാം, ബാക്കി 2 പേര് ഇവിടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കും. അതുപോലെ ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ലൂക്കസ് ആണ്. അപ്പോഴേക്കാണ് മൈക്കിൾ പറയുന്നത്, എന്നെ നിങ്ങൾ ലീഡറാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ലതുപോലെ ഷൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അവർ ചോദിക്കുക എങ്ങനെ? അപ്പൊ അവനോടെയുള്ള ചായക്കപ്പെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് അത് ഷൂട്ട് ചെയ്ത് തകർക്കുന്നതും ഇവരാരും അതിനെ സമ്മതിക്കത്തില്ല. ഇപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഹീറോയിൻ അതേപോലെ തന്നെ ലൂക്കസ് ഇവര് 3 പേരും മാത്രം വെളിയിൽ പോയാൽ മതി എന്നാണ്. അങ്ങനെ നമ്മുടെ മൈക്കിനെയും ആ ഒരു ചൈനക്കാരിനെയും അവിടെ നിർത്തിയിട്ട് ബാക്കി 4 പേരും വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഇന്നലെ അവർ നടന്നു വന്ന ആ ഒരു വഴിയെ തന്നെ നടന്നു വരുമ്പോൾ അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട്. ആ ഒരു ഗേറ്റിന് അപ്പുറത്തായിട്ടായാലും ഒരു മരത്തിൽ ആരെയും ഒരാളെ കൊന്ന് കെട്ടിയിട്ടേക്കുന്നു. ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും വാണിംഗ് ആയിരിക്കോ അവർക്കറിയത്തില്ല. അങ്ങനെ അതും കഴിഞ്ഞ് അവർ മുന്നിലേക്ക് പോകുന്നതും ഇവിടെ നമ്മുടെ ചൈനക്കാരിയോട് മൈക്കിൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഈ ഭാഷ അറിയാത്തത് കൊണ്ടൊന്നും അറിയത്തില്ലല്ലോ. അപ്പോഴാണ് മൈക്കിൾ പറയുന്നത്, നീ ഞാൻ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, ഒന്നുകിൽ നീ എന്റെ ഭാര്യ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ മകള്, അതും അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ട്, നിനക്ക് എന്തെങ്കിലും അറിയുന്നില്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഒന്നും അറിയാതെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ആരും അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നതും മൈക്ക് വിടുന്ന ആ ഒരു ചൈനക്കാരിയെ റൂമിനകത്തേക്ക് ആക്കിയിട്ട് അവൻ ആ ഒരു തോക്കും എടുത്ത് ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പോകുന്നു. അതേസമയം ഇവർ 4 പേരും ഈ ഒരു കാടിനുള്ളിലൂടെ നടന്ന അവസാനം ഒരു റോഡ് കണ്ടുപിടിച്ചു. ഇനിയിപ്പോ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഇവർ 4 പേരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഓക്കെ ഈ ഒരു വഴിക്ക് തന്നെ പോവാന്ന് പറഞ്ഞ് നടന്നിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ നെയ്തൻ കുറെ കല്ല് പിറക്കി ദൂരേക്ക് ഇങ്ങനെ എറിയുന്നുണ്ട്. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ അവസാനത്തെ കല്ലിങ്ങനെ എറിയുമ്പോഴത്തേക്കും ഒരു ഇരുമ്പിൽ തട്ടുന്ന ശബ്ദം. എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നു. അവിടെ ചെന്നിട്ട് അതെല്ലാം മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് ഉള്ളിൽ അവിടെ 2 വണ്ടികളാണ് മൂടിയിട്ടേക്കുന്നത്. അപ്പൊ ഇവരുടെ കയ്യിലുള്ള ആ ഒരു കീകളുണ്ടല്ലോ അത് ഈ വണ്ടികളുടെയാണെന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം ഇവിടെ നമ്മുടെ മൈക്കിള് ആ ഒരു തോക്കും കൊണ്ട് കുറെ ദൂരെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു വേലി, അവിടെയാണെങ്കിലും ആരോ ഒരാൾ ആ ഒരു വേലിയിൽ കുരുങ്ങി നിൽക്കുന്നു. ഓക്കെ ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അലറി വിളിക്കുന്നത് എന്ന് പറഞ്ഞ് മൈക്ക് നേരെ ആ ഒരാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് സത്യത്തിലേ അത് സോംബി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ മൈക്കായാലും ഓക്കെ ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയുന്നുണ്ട്, പ്ലീസ് എന്നെ സഹായിക്ക്, ഞാൻ ഇതിൽ കുടുങ്ങിപ്പോയെന്ന് പറയുമ്പോൾ ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് മൈക്കിള് അയാളുടെ ദേഹത്തുള്ള ആ ഒരു കമ്പിയെല്ലാം വലിച്ചിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും അയാളിപ്പോ മൈക്കിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. എടാ വടുവാ, ഇതൊരു കെണിയായിരുന്നു. പെട്ടെന്ന് അവൻ ആ ഒരു കമ്പി എടുത്ത് മൈക്കിന്റെ കഴുത്തിലേക്ക് ചുറ്റിയിട്ട് മൈക്കിളിനെ പിടിച്ച് താഴേക്കിട്ട് ഒരു മൂർച്ചയുള്ള കമ്പെടുത്ത് മൈക്കിളിന്റെ കഴുത്തിലേക്ക് കുത്തി അവനെ അങ്ങ് കൊല്ലുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും അവിടെ നിന്നിങ്ങനെ ചിരിക്കാണ്. അതേസമയം ഇവർ 4 പേരും ഇവിടെ ഒരു കാർ കണ്ടുപിടിച്ചല്ലോ, അതിലൊരു വണ്ടിയിൽ പെട്രോൾ ഇല്ല, മറ്റൊന്നാണെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോഴേക്കാണ് ലൂക്കസ് ഒരു വണ്ടിയിൽ കയറി ഒരു ഫോട്ടോ കണ്ടുപിടിച്ച് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ടാണ് പറയുന്നത്, ദേ ഈ ഒരു ഫോട്ടോയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, പക്ഷെ നീ മാത്രമില്ല, അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെയുള്ള ഒരാളല്ല. അപ്പോ ഹീറോ പറയും, ഒരുപക്ഷെ ആ ഒരു ഫോട്ടോ എടുത്തത് ഞാനാണെങ്കിലോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ലൂക്കസ് വിചാരിക്കുന്നത് ഹീറോയെ എങ്ങനെയെങ്കിലും ഈ ഒരു ടീമിൽ നിന്ന് പറഞ്ഞു വിടണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു സമയത്ത്
ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഇവർ പറയും ഓക്കെ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഇവർ തിരിച്ച് നടന്നു വരുമ്പോൾ ആ ഒരു ചൈനക്കാരി കാടിനകത്ത് നിന്ന് ഓടി വരികയാണ്. വേറെ ഒന്നുമല്ല, അവൾ ആ ഒരു മൈക്കിന്റെ ശരീരം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവരെയും വിളിച്ച് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതും ഇവർ വരുന്നത് വരെ നമ്മുടെ മൈക്കിൾ മരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇവരെ എടുത്തോണ്ട് പോകുന്നതിന് മുന്നേ തന്നെ രക്തം ഒരുപാട് പോയിട്ട് മൈക്കിൾ അവിടെ വെച്ച് തന്നെ മരിക്കാണ്. ഇത് കണ്ട് എല്ലാവർക്കും വിഷമായി. അപ്പോഴേക്കും അവർ കമ്പിയിൽ കുരുങ്ങി കിടക്കുന്നുണ്ടല്ലോ. അവൻ വീണ്ടും കിടന്ന് അലർന്നതും ഇവന്റെ വായിക്കകത്തേക്ക് എന്തെങ്കിലും തിരികെ വെക്കാനായിട്ട് തോന്നും. അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലാണ്. നല്ല കാര്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാരോണും ഹീറോയും ഇവർ രണ്ടുപേരും കൂടി ആ ഒരു വണ്ടി എടുത്ത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു വലിയ ബിൽഡിംഗ് കാണുന്നത്. അങ്ങനെ രണ്ടുപേരും അവിടെ ഇറങ്ങിയിട്ട് ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് നടന്നു ചെല്ലും. എന്നിട്ട് വിളിച്ചു നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ അവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു ഭാഗം കാണുന്നു. അവിടേക്ക് ചെന്ന് പെട്രോൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയും പെട്രോളോ അങ്ങനെയൊന്നും കാണുന്നില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള മതിലിൽ 18 എന്നുള്ള ആ ഒരു നമ്പർ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഈ കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ പുറകിലുള്ള ഒരു പയ്യൻ ഇങ്ങനെ ഓടിപ്പോകുന്നു. ഇത് കണ്ട ഹീറോയും പറയും ഇവിടെ ആരോ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ പോയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് രണ്ടുപേരും കൂടി ചെന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു പയ്യൻ അവിടെ ഒളിച്ചു നിൽക്കും. അപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട് ഹീറോ, മോനെ നിനക്ക് എന്നെ അറിയോ, നിന്റെ പേരെന്താണെന്നല്ലോ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അവൻ പറയും നിങ്ങൾ ഇവിടെ നിന്ന് പോകാനായിട്ടാണ്. അപ്പോൾ ഹീറോയിനെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിയിട്ട് നിനക്ക് ഇവളെ അറിയോന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ജോന ഇവിടെ നിന്ന് പോയിക്കോ, അവർ നാളെ ഇവിടേക്ക് വരും എന്നിങ്ങനെ പറയുമ്പോൾ സോറി നമ്മുടെ ഹീറോയിനോടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഹീറോ പറയും ഓക്കെ അവൻ എന്തായാലും എന്നെ അറിയാം, എന്റെ പേര് അവൻ വിളിച്ചിട്ടുണ്ട്, മോനെ പ്ലീസ് നീ കഥ തുറക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നെങ്കിലും പറയാൻ പറയുമ്പോൾ അവൻ അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ നെയ്തൻ ആ ഒരു ചൈനക്കാരി ലൂക്കസ് ഇവർ മൂന്നിന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൂക്കസിന് എന്തോ തലവേദന എടുക്കുന്നത് പോലെ അവന്റെ രീതിയെല്ലാം പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റിയെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഹേയ് ഒന്നുമില്ലാന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ നമ്മുടെ ചൈനക്കാരി ഉണ്ടല്ലോ അവളെ മുന്നേ കണ്ടതുപോലെ ഇങ്ങനെ തോന്നുകയാണ്. ചൈനക്കാരിയുടെ കൈ പിടിച്ചിട്ട് നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം എന്നും പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് ഇപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കുന്നു. ഇത് കാരണം ചൈനക്കാരിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും അവനിപ്പോ വീണ്ടും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലായിട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ അപ്പൊ ഇവിടെ ആണെങ്കിൽ ആ ഒരു പയ്യനെ വിളിക്കാനായിട്ട് ഹീറോ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ തുറക്കുന്നില്ല. അതുമല്ല അകത്താണെങ്കിൽ ഒരു നായനെ കെട്ടിയിട്ടിട്ടുണ്ട്. ആദ്യം കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ചെറിയ പയ്യൻ ഇവരോട് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോന്ന് മാത്രമാണ്. ഇത് കാരണം ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്ന് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഇത് ഷൂട്ട് ചെയ്ത് താർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേ ഹീറോയും വന്ന് അവനെ തടഞ്ഞിട്ട് പറയും ഇല്ലല്ല അതൊരു ചെറിയ പയ്യനല്ലേ, നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാവുന്നതുപോലെ കാരണം രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അതുപോലെയുള്ളൊരു കാര്യം ഇവർ കാണുന്നുണ്ട്. അതേസമയമാണ് ഇവിടെ നമ്മുടെ ലൂക്കസ് ഉണ്ടല്ലോ അവനിപ്പോ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നേതൻ ചൈനക്കാരിയോട് പറയുന്നുണ്ട് ഇവന് നല്ലതുപോലെ മാറ്റം വരുന്നുണ്ട്, ഒരുപക്ഷെ എന്തെങ്കിലും അസുഖം ആവാനാണോ, നീ പരിചരിച്ച ആ ഒരു സ്ത്രീയെ പോലെ ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്, പക്ഷെ എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ചൈനക്കാരിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൾ കേട്ടുകൊണ്ട് നിൽക്കാണ്. അപ്പോൾ നേതൻ പറയും ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാം, അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നും പറഞ്ഞ് നമ്മുടെ ചൈനക്കാരിനെ വിളിച്ച് നേരെ ആ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ വെളിയിലേക്ക് പോകും. അങ്ങനെ ഇവർ ആ ഒരു ഷെഡിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ ഒരു സ്ത്രീയെ കാണാനില്ല, അവർ രക്ഷപ്പെട്ട് പോയെന്ന് തോന്നുന്നു. അപ്പോഴേക്കാണ് നേതൻ ആ ഒരു കാടിനകത്തേക്ക് പോകാനായിട്ട് വരുമ്പോൾ ചൈനക്കാരി അവനെ തടയുന്നുണ്ട്. പക്ഷെ അവനതൊന്നും കേൾക്കാതെ ഒറ്റയ്ക്ക് ആ ഒരു കാടിനകത്തേക്ക് നടന്നു പോകും. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ ലൂക്കസ് അവനും ഇപ്പോൾ പതിയെ കണ്ണുറക്കുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ നേതനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഈ ഒരു കാടിനകത്തേക്ക് വന്നല്ലോ. കാണിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് തടി കൊണ്ട് നിർമ്മിച്ച വീടുകളൊക്കെ ഉണ്ട്. അതുമല്ല ആ ഒരു സ്ഥലത്താണെങ്കിൽ ഒരുപാട് പേര് പലയിടങ്ങളിലായിട്ട് മരിച്ചു കിടപ്പുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് താഴെ ഒരു പൊട്ടിയ കണ്ണാടി. അതെടുത്ത് അവനും കണ്ണിലേക്ക് വെക്കുമ്പോഴത്തേക്കും ഇത് അവന്റെ കണ്ണാടിയാണെന്ന് അവന് മനസ്സിലായി. അതുമല്ല അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്നു, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നൊന്നും ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അതേസമയമാണ് നമ്മുടെ ചൈനക്കാരി നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ലൂക്കസ് കണ്ണു തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൂക്കസ് ആയാലും അവളെ നോക്കുന്ന ആ ഒരു നോട്ടം കണ്ടിട്ട് തന്നെ അവൾക്ക് നല്ല പേടിയാവുന്നുണ്ട്. അപ്പോഴവൻ ചോദിക്കുന്നുണ്ട് പറയ് എന്താ സംഭവിച്ചത്, നിനക്ക് എന്നെ അറിയാന്നില്ല പറയുമ്പോൾ ചൈനക്കാരിക്ക് എന്തായാലും ശരിയായിട്ട് തോന്നില്ല. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിയൊരു വീടിന്റെ മുകളിലത്തെ ഒരു റൂമുണ്ട്, അവിടേക്ക് പോയി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ലൂക്കസ് ആയാലും പുറകെ വന്നിട്ട് ഹേയ് പ്ലീസ് എന്നെ തനിച്ചാകരുത്, എന്നെ ഒറ്റയ്ക്കാകരുത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവൾ വീടിന്റെ മുകളിലേക്ക് കയറി അവിടെ സേഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇവൾക്കറിയാം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിരിക്കാനുള്ള സ്ഥലം ഇതാണെന്ന്. അതേസമയം ലൂക്കസ് നെരുകിയൊരു വീടിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇതിന് മുകളിലേക്ക് വലിഞ്ഞടിച്ച് കയറാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ ഇതെന്ന് ഇങ്ങനെ നോക്കും. അങ്ങനെ പലയിടങ്ങളിലായിട്ട് അവൻ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വീടിന് അടിയിലായിട്ട് ബേസ്മെന്റ് പോലൊരു ഭാഗമുണ്ട്. അങ്ങനെ അത് തുറന്ന് ലൂക്കസ് നേരി അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തൊക്കെയോ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതുപോലെ, അതുപോലെ ഒരുപാട് ലാപ്ടോപ്പുകൾ, പിന്നെ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം കണ്ടിട്ട് മറ്റൊരിടത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും മനുഷ്യന്റെ തലച്ചോറുണ്ടല്ലോ അതവിടെ വെച്ചേക്കുന്നു. അപ്പൊ മനുഷ്യനെ വെച്ചിട്ടാണ് എന്തോ ഒരു റിസർച്ച് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി. അതേസമയം ഇവിടെ നമ്മുടെ നേതൻ അവിടെ എന്തോ ഒരു കരച്ചിൽ കേട്ട് ഒരു വീടിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും നേരത്തെ ഒരു കെട്ടിയിട്ടിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ രക്ഷപ്പെട്ട് പോയാ അവരിപ്പോ ഇതിനകത്തൊരു റൂമിലെ അവരുടെ മകളെയും പിടിച്ചു വെച്ച് ഇങ്ങനെ കരയുന്നു. അപ്പൊ ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നിന്ന് ഓടി വന്നത്.
പക്ഷെ അതിനു മുന്നേ ആ ഒരു പെൺകുട്ടി മരിച്ചുപോയി. അപ്പോൾ നേതം പറയും, ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, നിന്റെ മകള് മരിച്ചല്ലേ, എനിക്ക് നല്ല വിഷമമുണ്ട്, ഇവിടെ എന്താ സംഭവിച്ചേ, നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അസുഖം വന്നേ എന്തെല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ത്രീ പെട്ടെന്ന് നേതനെ കടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും അവൻ പെട്ടെന്ന് ആ ഒരു ഡോർ പിടിച്ചങ്ങ് അടയ്ക്കും. എന്നിട്ട് അതിനുള്ളിൽ അവരെ പൂട്ടിയിട്ട് വേറെ വെളിയിലേക്ക് വന്നിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ അസുഖം ബാധിച്ച ഒരുപാട് പേര് അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അവനാണെങ്കിൽ തോക്കും ചൂണ്ടി ഇങ്ങനെ നിൽക്കാണ്. ഇവര് സോംബികളാണെന്നും പറയാൻ കഴിയത്തില്ല, പക്ഷെ ഇവർക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ലൂക്കസ് ആണെങ്കിലോ ഈ ഒരു റൂമിൽ നിന്ന് ഒരു ക്യാമറ കണ്ടുപിടിക്കുന്നുണ്ട്. അതെടുത്ത് ഇങ്ങനെ ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിലൊരു വീഡിയോ പ്ലേ ആവുന്നു. അതിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ. ഇപ്പോൾ ഹീറോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ ഈ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതെന്തായാലും ബലം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാനിപ്പോ ഈ ഒരാളിൽ പരീക്ഷിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് ഒരാളുടെ ദേഹത്തേക്ക് കുത്തിവെക്കുന്നു. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ലൂക്കസ്. അപ്പൊ ഇതെന്താണെന്നുള്ള കാര്യം നമ്മുടെ ലൂക്കസിന് മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മുടെ ഹീറോയിനും ഇവര് കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഹീറോയിൻ പറയുന്നത്, ഇപ്പൊ നീ ആരാണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, പതിയെ അത് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് സംസാരിച്ച് പോകുന്നതും പെട്ടെന്നൊരു മരം ഇവരുടെ മുന്നിലേക്ക് മറിഞ്ഞങ്ങ് വീഴുന്നു. ഈ ഒരു സമയത്ത് ഇത് ആരാ ചെയ്തതെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു മരം വെട്ടി മുറിച്ചതുപോലെയാണ് കാണുന്നത്. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കുറെ പേര് അവിടെ നിന്ന് മരം മുറിക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോ അവരോട് പോയി സംസാരിക്കാനായിട്ട് വരുമ്പോൾ ഷാരോൺ പറയുന്നുണ്ട്, ഹേയ് ഇപ്പോൾ അവിടേക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ, ഇല്ലില്ല ഞാൻ അവരോട് പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് എന്നിട്ട് കുറച്ച് മുന്നിലേക്ക് ചെന്നിട്ടാണ് ഹേയ് എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നതും. ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു അസുഖം ബാധിച്ചവരാണ്. പെട്ടെന്ന് എല്ലാം കൂടി കൂടാലിയും കൊണ്ട് ഹീറോയെ വെട്ടാൻ വരുന്നതും രണ്ടുപേരും കൂടി ഇപ്പോൾ കാറിനടുത്തേക്ക് ഓടാണ്. അങ്ങനെ ഓടി വന്ന് കാറിനകത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. ഷടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു കാറ് മുന്നിൽ നിന്നും പുറകിലേക്ക് തള്ളി ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പൊ ഇവരെല്ലാവരും പുറകെ വന്ന് ഹീറോയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരെല്ലാം അവിടെ നിൽക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇവര് മുന്നിലേക്ക് വരുന്നില്ല. ഷടാ ഇവർക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ നോക്കുമ്പോൾ അവിടെയുള്ള മരത്തില് രണ്ടുപേരെ ഇതുപോലെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. അവർക്ക് രണ്ടുപേർക്ക് അസുഖം ബാധിച്ചവരാണ്. അപ്പൊ ഇത് കാരണമാണ് ഇവരെല്ലാവരും അവിടെ തന്നെ നിന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു വണ്ടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ലൂക്കസ് ഒരു തോക്കും പിടിച്ചു നിൽക്കുന്നു. ഹീറോ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ എന്നെ വെച്ച് എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഷാരോൺ അവനെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഓക്കെ ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് ഒരു കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല, നിന്നെ എനിക്കറിയാം, ആ ഒരു കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയെ കണ്ട് പേടിച്ച് ഷാരോൺ ലൂക്കസിന്റെ അടുത്തേക്ക് പോയി നിൽക്കാണ്. എന്നിട്ട് ഷാരോണിന് ആ ഒരു ക്യാമറ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവൾ അത് കണ്ടിട്ട് അവൾക്കും ഇപ്പോൾ ഹീറോയെ സംശയമായി. അങ്ങനെ ലൂക്കസ് പതിയെ ഹീറോയുടെ അടുത്തേക്ക് നടന്നു വന്ന ആ ഒരു തോക്ക് കൊണ്ട് അവരുടെ തലയിലേക്ക് ഒരു ഒറ്റയിടി. ഹീറോയുടെ ബോധം പോയി. കുറച്ച് കഴിഞ്ഞ് കണ്ണുറക്കുമ്പോഴത്തേക്കാണ് ഹീറോയെ അവൻ എഴുന്നേറ്റില്ലോ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അവിടേക്ക് തന്നെ അവനെ തള്ളിയിടും. പാവം. അങ്ങനെ ഹീറോ നേരെ ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നതും ഇപ്പോ ഇഴഞ്ഞൊരു സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ തോളിലെ ഈ ഒരു തേളിനെ പച്ചകുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ത്രീ എന്തായാലും ഹീറോയ്ക്ക് അറിയാം. കാരണം ആ ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ത്രീ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവൻ അവരെ പിടിച്ചൊരു ഒറ്റ തള്ള്. അവര് പുറകിലേക്ക് വന്ന് തല ഇടിച്ചിട്ടാണ് അവർ മരിക്കുന്നത്. അതുമല്ലാതെ നെയ്തനുണ്ടല്ലോ, അവനെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പോ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്താതെ ഇനി നമ്മുടെ ഹീറോയ്ക്ക് മുകളിലേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അതേസമയം വീട്ടിലെ നമ്മുടെ ലൂക്കസ് ചൈനക്കാരിയോട് ഹീറോയിനോട് പറയും, ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, എല്ലാം പാക്ക് നമുക്ക് ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞ്. പക്ഷേ ഇവര് രണ്ടുപേരും, അതിൽ നമ്മുടെ ഷാരോൺ ഉണ്ടല്ലോ, അവൾ ഒരിക്കലും പോകാനായിട്ട് തയ്യാറാവത്തില്ല. അപ്പോൾ അവൻ നേരെ ഷാരോണിന്റെ അടുത്തേക്ക് വന്നിട്ട്, എനിക്ക് നിന്നെ അറിയാം, നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവൾ അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവൻ നേരെ ചൈനക്കാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച്, ഓക്കെ നമുക്കെങ്കിലും ഇവിടെ നിന്ന് പോവാം, നമ്മൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നും പറഞ്ഞങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ഹീറോയിൻ അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ലൂക്കസിന്റെ ചെവിയിൽ നിന്ന് എന്തോ ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നു. അപ്പൊ അവൾ അതിനെപ്പറ്റി പറയുമ്പോൾ അവൻ പറയും, ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ അവളെ തള്ളി താഴേക്കിടുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ചൈനക്കാരി വീണ്ടും മുകളിലേക്ക് ഓടി പോകുന്നതും ഇവൻ ചൈനക്കാരുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ചൈനക്കാരുടെ പുറകെ തന്നെ വന്ന് അവളെ പിടിച്ച് താഴെക്കിട്ട് ഇപ്പൊ അവളെ ഉമ്മ വയ്ക്കാനെല്ലാം തുടങ്ങുന്നു, റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ നേരെ മുകളിലേക്ക് വന്നൊരു തോക്കെടുത്ത് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ട പേടിച്ച് അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ജനാല വഴി ആ ഒരു വീട്ടിൽ നിന്നും താഴെക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. എന്നിട്ട് അലറി വിളിച്ച് ആ ഒരു കാടിനുള്ളിലേക്ക് ഓടി പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു കുഴിയിൽ തന്നെ പെട്ടുകിടക്കാണ്. ഇനിയിപ്പോ വേറെ ആരും വന്ന് രക്ഷിക്കാതെ അവന് മുകളിലേക്ക് കയറാനും കഴിയത്തില്ല. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ചൈനക്കാരി ഉണ്ടല്ലോ, അവൾ വീണ്ടും ആ ഒരു കയറ് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത് ഹീറോയെ നേരെ മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഹീറോ അവളോടൊപ്പം തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, എനിക്കിപ്പോൾ നിന്നെ അറിയാം, അതേപോലെ തന്നെ ആ ഒരു ചെറിയ പയ്യനെ അറിയാം, അതുകൊണ്ട് എന്തായാലും ആ ഒരു പയ്യനെ കാണാനായിട്ട് ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ഇവള് പെട്ടെന്ന് വേണ്ടെന്നുള്ള രീതിയിൽ ഹീറോയെ തടയാണ്ട് നിൽക്കുന്നതും അവൻ പറയും, ഇല്ല നീ ഇപ്പോൾ എന്തായാലും എന്നോടൊപ്പം വരണ്ട. അങ്ങനെ ഹീറോ ആ ഒരു ചെറിയ പയ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇവിടെയുള്ള ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി അവിടെയുള്ള റിസർച്ചും കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് എന്താണ് സംഭവിച്ചെന്ന് ഹീറോയിൻ ഇപ്പോൾ മനസ്സിലാവുന്നത്. സത്യത്തിൽ ഈ ഒരു റിസർച്ച് നടത്തുന്നത് ഹീറോയിനും കൂടി ചേർന്നിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിനും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഹീറോ ഒരു ഡോക്ടറും. അതേസമയം ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ നേരെ ആ ഒരു ചെറിയ പയ്യനുള്ള സ്ഥലത്തേക്ക് വന്നിട്ട്
അകത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പയ്യനെ കാണുന്നില്ല. അങ്ങനെ അവൻ താമസിച്ച ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പെട്ടിയുണ്ട്. അതെടുക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈ ഒരു പെട്ടി വേറെ ആരുടെ കയ്യിൽ ഹീറോ കൊടുത്തു വിട്ടതുപോലെ. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ദേ ഇത് സൂക്ഷിച്ച് കൊണ്ടുപോകണം, ഇതാണ് നമ്മുടെ അവസാനത്തെ അവസരം, ഇനി അതിനുവേണ്ടി 2 ദിവസം മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച ഹീറോ ആണെങ്കിലും 18-ാം തീയതി ഇനി 2 ദിവസം, അവസാന അവസരം, അതെന്താണ് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നല്ല ഹീറോ സ്വയം ഇങ്ങനെ പറയാണ്. അങ്ങനെ ഹീറോ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു മാപ്പ് ഉണ്ട്. അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിലെ ഒരു സ്ഥലം ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നു. അപ്പോഴും ഹീറോ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഈ പെട്ടി കൊടുത്തല്ലോ, അയാളോട് പറയുന്നുണ്ട് എവിടെ നിൽക്കരുത്, ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് മാത്രമേ നീ പോവാവൂ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്നെ അവർ കണ്ടോളും എന്നുള്ള കാര്യം വരെ അവന് ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ എവിടേക്കാണ്, എന്തിനാണ്, ഇത് മാത്രം ഹീറോയ്ക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ആ ഒരു മാപ്പ് എടുത്ത് ആ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഹീറോ ഒരുപാട് ദൂരം കാർ ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കാണ് റോഡ് സൈഡിലൂടെ ഒരു കാറ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ പയ്യനും അസുഖം വായിച്ച ഒരു സ്ത്രീയും എന്തൊക്കെയോ കാര്യങ്ങൾ എടുത്ത് അവരുടെ വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ഹീറോ ആയാലും പെട്ടെന്ന് താഴേക്ക് ചാടി ഇറങ്ങിയിട്ട് ആ ഒരു സ്ത്രീയോട് ചോദിക്കും, ഹേയ് നിങ്ങൾക്ക് എന്നെ അറിയോ, ഈ ഒരു പയ്യനെ എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെ അറിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും, ജോന ഇനി വേണ്ട, എല്ലാം നിർത്തിക്കോ, ഇനി ഒരിക്കലും സൂചി വേണ്ട, നീ അവരിൽ ഒരാളാണ്, അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെ ഒരുപാട് പേരെ വേദനിപ്പിച്ചു. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് കാറും എടുത്ത് അവിടെ നിന്ന് പോവും. അപ്പോൾ ഹീറോ നോക്കുമ്പോഴത്തേക്കും ഹീറോ ഈ ഒരു ബോക്സ് കൊടുത്തു വിട്ടല്ലോ, അവനാണ് ഈ ഒരു കാറിനകത്തുള്ളത്. കാരണം ആ ഒരു ബോക്സ് താഴെ കിടപ്പുണ്ട്. അവനാണെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ട് അപ്പൊ തന്നെ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഹീറോ ആ ഒരു ബോക്സ് എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് മരുന്നുകളാണുള്ളത്. അങ്ങനെ ആ ഒരു കാര്യം എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. സത്യത്തിൽ ഹീറോ ഒരു ഡോക്ടറാണ്. അവൻ പ്ലേഗ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിനെതിരായിട്ടാണ് ഈ ഒരു മരുന്ന് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പൊ പ്ലേഗ് ബാധിച്ച ആ ഒരു മനുഷ്യരാണ് അവരാരാണെന്ന് പോലും അറിയാതെ സ്വയം അവർ ഈ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ ഒരു സോംബികളെ പോലെ മറ്റുള്ളവരെ കടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർ ഈ ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങനെ നടക്കും. പതിയെ അവർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഹീറോയും. എന്നിട്ട് ഈ ഒരു മരുന്ന് സൈന്യത്തിന്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനുണ്ടല്ലോ അവന്റെ കയ്യിൽ കൊടുത്തു വിടുന്നത്. പക്ഷെ അവനാണെങ്കിൽ അവിടെ എത്തിയതുമില്ല. അതുപോലെ നാളത്തെ ദിവസം ഇവിടേക്ക് വരാൻ പോകുന്നത് വേറെ ആരുമല്ല, പട്ടാളക്കാരാണ്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള അസുഖം ബാധിച്ച എല്ലാവരെയും കൊല്ലും. കാരണം മറ്റുള്ളവർക്ക് അത് പിടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഹീറോ നിൽക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെ നിന്നൊരു വണ്ടി വരുന്നു. അത് ഹീറോയിനാണെന്ന് വിചാരിച്ചിട്ട് അവൻ പെട്ടെന്ന് കൈ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അപ്പോഴേക്കും അത് വേറെ ആരുമല്ല, ലൂക്കസ് ആണ്. അവനാണെങ്കിൽ വണ്ടി കൊണ്ട് ഹീറോയെ ഇടിക്കാനായിട്ട് വരുമ്പോൾ ഹീറോ മറ്റിടത്തേക്ക് മാറുമ്പോഴത്തേക്കും അവൻ ആ ഒരു വണ്ടി ഒരു മരത്തിലേക്ക് കൊണ്ടിടിക്കും. എന്നിട്ടാണ് ഹീറോ എഴുന്നേറ്റ് ലൂക്കസിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ലൂക്കസ് സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, നിനക്കാണ് ആ ഒരു അസുഖം ബാധിച്ചത്, അതുകൊണ്ട് നീ ഇപ്പോൾ ഇറങ്ങി വാ, ആ ഒരു മരുന്ന് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ലൂക്കസ് അത് സമ്മതിക്കത്തില്ല. ലൂക്കസ് പറയും, നീ അവിടെ നിന്ന് മാറിപ്പോ, എന്റെ അടുത്ത് നിന്ന് മാറിപ്പോ എന്ന് പറയുന്നതും ഹീറോ നേരെ ആ ഒരു മരുന്നെടുത്ത് ഇപ്പൊ അതൊരു സിറിഞ്ചിലാക്കിയിട്ട് ലൂക്കസിനെ കുത്താൻ വേണ്ടി എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നതും അങ്ങനെ ലൂക്കസ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഹീറോയുടെ മുകളിലേക്ക് ചാടിക്കയറി അവനെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഹീറോ പറയുന്നുണ്ട്, പ്ലീസ് ലൂക്കസ്, ഞാൻ പറയുന്നത് കേൾക്കാനെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നില്ല. അപ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ അടുത്തുള്ളൊരു കല്ലെടുത്ത് ലൂക്കസിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. ലൂക്കസ് ഇപ്പോൾ നേരെ താഴേക്ക് വീഴുമ്പോഴത്തേക്കും ലൂക്കസിന് ഹീറോ ആരാണെന്നുള്ള കാര്യങ്ങളുടെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു രക്തം ഒരുപാട് പോയതുകൊണ്ട് തന്നെ ലൂക്കസ് അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ആ ഒരു വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ നെയ്തൻ ഉണ്ടല്ലോ അവനും പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മ വരുന്നു. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഷാരോൺ നെയ്തന്റെ സഹോദരിയാണ്, അവളുടെ ഭർത്താവാണ് ഹീറോ. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നെയ്തൻ നേരെ വീട്ടിലേക്ക് വന്ന് ഹീറോയിനെ കണ്ട് അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. കാരണം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ആരാണെന്ന്. ഹീറോ ആണെങ്കിലോ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് കാണുമല്ലോ, ആ സ്ത്രീക്ക് അസുഖം ബാധിച്ച് മരണപ്പെട്ടതുകൊണ്ടാണ് അവരുടെ ശരീരം കുഴിയിലേക്ക് കൊണ്ടിടാനായിട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് ഹീറോ എല്ലാവരോടും വിളിച്ച് പറയുന്നുണ്ട്, വേറെ ആരുമല്ല നെയ്തൻ, മൈക്കിള്, ഷാരോൺ, ഇവരോടെല്ലാവരോടും ഹീറോ റെഡിയാക്കി വെച്ച് ആ ഒരു മരുന്നെടുത്ത് കുത്തിവെക്കാനും പറയുന്നുണ്ട്. അതുപോലെ അവരോട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ആ ഒരു മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ ഓർമ്മകളും നഷ്ടപ്പെടും, പക്ഷെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു വീട്ടിൽ കണ്ടുമുട്ടാം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീയെ വലിച്ച് താടിക്കിടുമ്പോഴത്തേക്കാണ് ഹീറോയുടെ നിയന്ത്രണം വിട്ട് അവന് നേരെ ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നത്. പക്ഷെ കുഴിയിലേക്ക് വീഴുമ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ ആ ഒരു മരുന്നുണ്ടായിരുന്നു. അവൻ അപ്പം തന്നെ ആ ഒരു മരുന്നെടുത്ത് അവന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഹീറോയുടെ ഓർമ്മയും പോയിട്ട് അവൻ ആരാണെന്നുള്ള കാര്യം അവനും ഓർമ്മയില്ലാത്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് ഹീറോ വീട്ടിലേക്ക് വരുന്നു. അതേസമയം വീട്ടില് ഈ ഒരു അസുഖം ബാധിച്ചവരെല്ലാം കൂടി ചേർന്നിട്ട് ഇവരുടെ വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നേതനും ഷാരോണും അവരുടെ കയ്യിൽ തോക്ക് ഉപയോഗിച്ചിട്ട് ഇവരെല്ലാവരും തടയാൻ വേണ്ടി ഒരുപാട് നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതേസമയമാണ് നമ്മുടെ ചൈനക്കാരെ ആരാണെന്ന് അറിയണ്ടേ. സത്യത്തിലെ ഈ ഒരു പ്ലേഗ് എന്ന് പറഞ്ഞ ആ ഒരു അസുഖം അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളത് നമ്മുടെ ചൈനക്കാരിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ചൈനക്കാരിയെ ഇവരോടൊപ്പം നിർത്തിയിട്ട് അവളുടെ ശരീരത്തിൽ നിന്നും രക്തം എടുത്ത് അത് വെച്ച് പരീക്ഷണം നടത്തി അതിലൂടെ ആ ഒരു മരുന്ന് നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർക്കും അറിയാം. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാല് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയിൽ ഒരു ഹെലികോപ്റ്റർ വരുന്നു. അത് ഈ ഒരു അസുഖം ബാധിച്ചവരെല്ലാം ഈ ഒരു വീടിന് വെളിയിൽ നിൽക്കുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്ത് അങ്ങനെ കൊല്ലുകയാണ്. ഒരാളെ പോലും വെറുതെ വിടുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ഷാരോണും അതേപോലെ തന്നെ നേതനും ഇവർ രണ്ടുപേരും അടുത്ത ദിവസമാവുന്നതും ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും.
അതുപോലെ ഈ ഒരു പട്ടാളക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഈ അസുഖമുള്ളവരെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി. അവരിനി ആരാണെന്ന് പോലും നോക്കത്തില്ല. അപ്പോൾ നേതനും ഷാരോണും അങ്ങനെ ഓടി വന്നിട്ട് ഈ പട്ടാളക്കാർ ഇവരെ കാണുമ്പോൾ രക്ഷപ്പെടുത്തും എന്നും പറഞ്ഞിട്ട്, സാർ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഓടി ഇങ്ങനെ ചെല്ലുമ്പോൾ അവർക്കാണെങ്കിലോ എല്ലാവരും അസുഖം ബാധിച്ചവരാണെന്ന് വിചാരിച്ചിട്ട് നെയ്തനെ അങ്ങനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലാണ്. കാരണം ഈ ഒരു അസുഖം പടർന്നു പിടിക്കുന്നത് കൊണ്ട് തന്നെ ആരെയും വെളിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ഹീറോയും കുറെ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നതും ഹീറോ ഓടി വന്ന് ഹീറോയിനെ വിളിച്ചിട്ട് അവിടെ നിന്നും അങ്ങനെ ഓടിപ്പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഓടിപ്പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചൈനക്കാരി ഈ ഒരു പട്ടാളക്കാരും കാണാതെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓടിപ്പോകുന്ന സമയത്താണ് അസുഖം ബാധിച്ച ഒരു വയസ്സുള്ള സ്ത്രീ ഉണ്ട്. അവരൊരു കത്തിയും കൊണ്ടുവന്നതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോയിന് ഒരു ഒറ്റക്കുത്ത്. ഇവർക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവരൊക്കെ എന്ത് ചെയ്യാനായിട്ട്. അങ്ങനെ ഹീറോ പെട്ടെന്ന് ആ ഒരു സ്ത്രീ അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷം ഇപ്പൊ നമ്മുടെ ഹീറോയിന് അധികം നേരം പിടിച്ചെടുക്കാണ്ട് കഴിയത്തില്ല. കാരണം അവൾക്ക് കുത്തുണ്ടല്ലോ. അതുപോലെ ഈ ഒരു പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് ഹീറോ അവളെയും കൊണ്ട് എല്ലാവരും മരിച്ചെടുക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു വലിയ കുഴി, എന്നിട്ട് അവളെ എടുത്ത് ആ ഒരു കുഴിയിലേക്ക് ഇട്ട് ഹീറോയും പെട്ടെന്ന് കുഴിയിലേക്ക് ചാടി ഇറങ്ങി ആ ഒരു മരുന്നുണ്ടല്ലോ അസുഖം പിടിക്കാതിരിക്കാനുള്ള ആ ഒരു മരുന്നും കുത്തിവെക്കുന്നുണ്ട്. പക്ഷെ അധിക നേരം അവളെ കൊണ്ട് പിടിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. രക്തം ഒരുപാട് പോയതുകൊണ്ട് തന്നെ ഹീറോയിൻ മരിക്കുന്നതിന് മുന്നേ ഹീറോയോട് പറയുന്നുണ്ട്, പ്ലീസ് നീ ഒരിക്കലും ആ ഒരു ചൈനക്കാരിയെ വിടരുത്. അവളെ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു അസുഖത്തെ പ്രതിരോധിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവളെ നീ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ വെച്ചങ്ങ് മരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അപ്പോഴേക്കാണ് ആ ഒരു പട്ടാളക്കാർ അവിടേക്ക് വരുന്ന ശബ്ദം കേട്ട് ഹീറോ മരിച്ചതുപോലെ തന്നെ കിടക്കുന്നതും ഇവർ കൊന്ന എല്ലാ ആളുകളെയും ആ ഒരു കുഴിയിലേക്ക് കൊണ്ടങ്ങ് ഇടാണ്. ആ ഒരു ചെറിയ പയ്യൻ, വയസ്സായിട്ടുള്ള സ്ത്രീ, നെയ്തൻ, ഇവരെല്ലാവരെയും. അങ്ങനെ ഈ ഒരു പട്ടാളക്കാർ അവരെ കൊന്ന് അവിടെ ഇട്ടതിന് ശേഷം അവരവിടെ നിന്ന് പോകുന്നതും ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഒരു ചൈനക്കാരി അവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഇവളെയും കൊണ്ട് പോയാൽ മാത്രമേ ഇനി ഇവർക്ക് ഈ ഒരു അസുഖത്തെ പ്രതിരോധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ചൈനക്കാരിയോടൊപ്പം നമ്മുടെ ഹീറോയും അവിടെ നിന്ന് നടന്ന് ഈ ഒരു സ്ഥലത്ത് തന്നെ വലിയൊരു കുഴിയുണ്ട്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു കുന്നു മനുഷ്യന്മാരെ അവിടെ കൊന്നിട്ടേക്കുന്നു. അസുഖം ബാധിച്ചതും പട്ടാളക്കാർ കൊന്നതും എല്ലാവരും ഉണ്ട്. പക്ഷേ ഇത് ഈ ഒരു കുഴിയിൽ കാണിക്കുമ്പോഴത്തേക്ക് ഇത്രയൊന്നുമല്ല. ആ ഒരു ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കാണ് എന്തോരം ആളുകൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ഇനി എന്തായാലും ആ ഒരു ചൈനക്കാരിയെ വെച്ചുകൊണ്ട് ഇവര് അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.